കേരളത്തിലാകെ കുറഞ്ഞ സ്കൂളുകളേ ഉള്ളൂ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ തന്നെ ഹയർ സെക്കൻഡറി ആകെ 12 സ്കൂളുള്ളൂ കേരളം മൊത്തം. ചെറിയ കുട്ടികൾ വരെ അവിടെ നിന്ന് പഠിക്കാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാടുകളിലുള്ള ജില്ലകളിലുള്ള കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. അവർക്കൊന്നും എന്നും വരാനും പോകാനും ഒന്നും കഴിയില്ല. അവരവരുടെ പാരൻസിനെ കാണുന്നത് വല്ലപ്പോഴോ. അതുപോലെ ഒരു കുട്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള നാട്ടിൽ നിന്നും എൻ്റെ സ്റ്റുഡൻ്റായിട്ട് പഠനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് ഡഫ് ആൻഡ് ഡംപിൻ്റെ പുറമെ അവൻ്റെ 2 കിഡ്നിയും കംപ്ലൈൻറ്റാണ്. ഡയാലിസിസ് ചെയ്യാൻ പറ്റൂല, ട്രാൻസ്പ്ലാന്റേഷൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അവന് എത്ര കാലമാണോ പോകുന്നത് അത്രയും പോവുക. മൂത്രസഞ്ചി വീക്കായി അതിൽ മൂത്രത്തെ സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രമൊഴിച്ചു പോകുന്നൊരവസ്ഥ. നിങ്ങളുടെ അതേ പ്രായമുള്ള ഒരു മോൻ +2 അവൻ എൻ്റെ അടുത്തേക്ക് ഞങ്ങളുടെ സ്കൂളിലേക്ക് ചേരാൻ വരുന്നത്. അപ്രായത്തിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മയുപ്പയൊക്കെ അവനെ കുറേ എതിർത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്നും 1 മണി 2 മണി എന്ന് പറഞ്ഞ മണിക്കൂറുകൾക്കിടയിൽ അലാറം വെച്ചിട്ട് രാത്രി നിന്നെ ആര് വിളിച്ചുണർത്തും? നിന്റെ ബെഡൊക്കെ ഇങ്ങനെ വെറ്റായി കഴിഞ്ഞാൽ പിറ്റേന്ന് ക്ലീൻ ചെയ്യാനുള്ള ഹെൽത്ത് നിനക്കില്ലല്ലോ ഉമ്മ, അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം, എനിക്ക് പഠിക്കണം, എനിക്ക് കൂട്ടുകാരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവനെ നോക്കാൻ വാർഡന്മാരൊക്കെ ഉണ്ട്. അവിടെ രാത്രി ആൾക്കാരുണ്ടാകും. നമ്മളുടെ ഡ്യൂട്ടി ഒരു 5 മണിയാകുമ്പോൾ കഴിയുമ്പോൾ അടുത്ത ആള് അവരുടെ ലേഡി വാർഡനും അതേപോലെ തന്നെ ജെൻസ് വാർഡന്മാരൊക്കെ വരും. ആ ഒരു അവസ്ഥയിൽ അവൻ്റെ ഉമ്മ ഒരു വലിയ അത്ഭുതമായിരുന്നു എൻ്റെ ഉള്ളിൽ. കാരണം ഉമ്മയുടെ ഉപ്പയുടെയും കരുത്തോണ്ടാണ് ഇവൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അവൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. അവൻ്റെ സ്ഥലം കോട്ടക്കലാണ്. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്താണ്. നിങ്ങളുടെ ഈ നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ സ്കൂളുകളിലേക്ക് കുട്ടികൾ വരാറുണ്ട്. ഇസ്മായിൽ പിന്നെ കാലം ഓരോ മാസം കഴിയും തോറും അവൻ്റെ അവസ്ഥ ഇങ്ങനെ മോശമായി വരികയാണ്. അവൻ്റെ ബോഡി നല്ല ഫിസിക് ഉണ്ടാക്കണമെന്നും ജിമ്മിൽ പോകണമെന്നും ഫേസ് നല്ല ഉഷാറാക്കണമെന്നും ഇത്തരത്തിലുള്ള എല്ലാവരെയും പോലെയുള്ള ആഗ്രഹങ്ങൾ ഇസ്മായിലിനും ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയോ അത് നടക്കാതെ പോയി. അതുകൊണ്ട് തന്നെ അവന് വല്ലാത്തൊരു സങ്കടമായിരുന്നു. ഉമ്മയോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കായിരുന്നു, ഇത്രമേൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ ഉമ്മ ഞാൻ എൻ്റെ കൂട്ടുകാരെ പോലെ തടിക്കാത്തത്, ഞാൻ എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, എനിക്കത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഉമ്മയോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ചെവി കേൾക്കാത്ത മോനായതുകൊണ്ട് അവൻ്റെ അസുഖം എന്താണെന്നും അതിൻ്റെ തീവ്രത എത്രത്തോളാണെന്നും അവന് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ, അവന് ആൾക്കാർ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള ഒരവസ്ഥ. ശേഷം അവൻ നമ്മുടെ അടുത്ത് നിന്ന് +2 കഴിഞ്ഞ് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഡിഗ്രി പഠിക്കാൻ പോയി. അപ്പോൾ അവൻ്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് നമ്മോട് പറയുന്നൊരു വാക്കാണ്, ടീച്ചറെ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പം ഓരോ മാസവും ചെക്ക് ചെയ്യുന്ന സമയത്ത് വല്ലാതെ മോശമായിട്ടുണ്ടാവും കാര്യങ്ങൾ. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ കുറേ കണ്ടൻറ്റുകൾ, ശരീരത്തിലുള്ള കുറേ കണ്ടൻറ്റുകളൊക്കെ ചെക്ക് ചെയ്ത് വരാൻ പറയും. അങ്ങനെ ചെല്ലുമ്പോൾ ആദ്യം ഈ റിസൾട്ടൊക്കെ കൊണ്ട് ഉമ്മ കയറും. ഇത് ആദ്യം തന്നെ ഡോക്ടറെ അടുത്തേക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് മോന് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു മോനും ഉപ്പ അവിടെ ഇരിക്കും. ഉമ്മ കയറിയിട്ട് ഉമ്മ ഡോക്ടറെ അടുത്ത് പറയും, ഡോക്ടറെ റിസൾട്ട് എത്ര മോശമാണെങ്കിലും സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് തന്നെ പറയണേന്ന്. അങ്ങനെ ഉമ്മയും ഡോക്ടറും കൂടിയും അഭിനയിക്കും. ആ അഭിനയത്തിന് ശേഷം അവൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തിരിച്ചു വരും. ഡോക്ടർ ഇങ്ങനെ റിസൾട്ട് നോക്കിയിട്ട് പറയും, ക്രിയാറ്റിൻ നന്നായി കുറഞ്ഞിട്ടുണ്ടല്ലോ, കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ടല്ലോ. കാരണം ഉപ്പുണ്ടാകുമ്പോൾ ഉപ്പക്കും കാര്യങ്ങൾ അറിയണ്ടേ. അതുകൊണ്ട് എന്താണുള്ളത് എന്ന് വെച്ചാൽ അത് അതേപോലെ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഗുളികയൊന്നും കുടിക്കേണ്ട, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയാൽ മതി കേട്ടോ, ഉഷാറട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ തോളത്ത് തട്ടിയിട്ട് ഇങ്ങനെ അഭിനന്ദിക്കും. അപ്പം അവന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു വിൽ പവറോടുകൂടി ഇറങ്ങി. ഇത്തരത്തിലുള്ള ചില അത്ഭുതങ്ങൾ നമ്മുടെ വീടകങ്ങളിലുണ്ട് അല്ലേ? അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് കേൾക്കണം. കാരണം ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോരുന്നതിൻ്റെ മുന്നേ എൻ്റെ മോളോട് പറഞ്ഞു, ഉമ്മച്ചി പോകുന്നത് നിങ്ങളെയൊക്കെ പ്രായമുള്ള ആൾക്കാരുടെ അടുത്തേക്കാണ്. നിനക്ക് ഉമ്മച്ചിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ ഉമ്മച്ചിയിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നീ ഒന്ന് പറഞ്ഞേ. അപ്പോൾ അവളിങ്ങനെ എണ്ണി പറഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന ആളാണെങ്കിലും ഞാനും മനുഷ്യനാണ്, നമ്മളെടുത്തൊക്കെ പോരായ്മകൾ ഉണ്ടാവും അല്ലേ?
അപ്പം അതുപോലെ നിങ്ങളൊന്ന് ഇൻട്രാക്ട് ചെയ്യണം. എവിടെയാണ് നമ്മുടെ വീട്ടിലുള്ള ചിലരോട്, ചിലർ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാൾക്കാർ, ഉപ്പ ഉമ്മ, അവരോട് നമുക്ക് ഇറിറ്റേഷൻ വരുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ മതി, ഇവരുടെ അടുത്തേക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് നമ്മൾ എൻ്റെ അടുത്ത് അത്യാവശ്യം ക്യാഷും ഉണ്ട്, എനിക്ക് ഫ്രണ്ട്സും ഉണ്ട്, ഞാൻ ഓരെ ഡിപ്പെൻഡ് ചെയ്തോളാം, എനിക്ക് നിങ്ങളെ ആവശ്യമില്ല എന്നൊക്കെ പറയാൻ തോന്നുന്നൊക്കെ ചില സന്ദർഭങ്ങൾ ഉണ്ടാവേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ഇൻട്രാക്ട് ചെയ്യണം എന്നോട്. എപ്പോഴൊക്കെയാണ് ഇവരോടൊക്കെ ചിലതൊക്കെ തോന്നാറുള്ളത്? നമുക്ക് ഈ ഒരു മണിക്കൂറേ സമയമുള്ളൂ, അത് അടിച്ചു പൊളിച്ച് തകർത്ത് ചിലതൊക്കെ ക്ലിയർ ചെയ്ത് പോകണം. കാരണം പഠിച്ചപ്പോൾ വല്ലാതെ പരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ 60, 65, 75 ഒന്നും ആവാൻ കാത്തു നിൽക്കുന്നില്ല അല്ലേ? നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് ചിലരൊന്നും ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. ഒന്ന് ഇപ്പുറത്തുനിന്ന് അപ്പുറം വരെ നീന്തുന്നതൊന്നും നമുക്ക് കാണിച്ചു തന്നതായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ടേ പോയിട്ടുണ്ടാവുള്ളൂ, തിരിച്ചു വരാൻ അവൻ കൂടെ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ പലതരത്തിലുള്ള മരണങ്ങൾ. അപ്പോൾ ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം, ചിലതൊന്ന് പറയണം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തരട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പേരൻസ് മറ്റുള്ളവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യുന്നത് എനിക്ക് തീരെ പറ്റുന്നില്ല. അതുപോലെ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്ന് തുറന്ന് പറയാം. നിങ്ങളുടെ ഉപ്പ ഉമ്മ അപ്പം ഇവിടെ 2 സീറ്റ് ഉണ്ട്. പേരെന്തേന്? അഫീറിൻ്റെ ഉമ്മയും ഉപ്പയും ഇവിടെ ഇരിക്കുന്നുണ്ട്, 2 സീറ്റ് ഉണ്ട്. ഇതുപോലെ എല്ലാവരും ഇരിക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ പേരൻസ്. ഞാൻ എന്നിട്ട് അവരോട് ചോദിക്കാണ്, നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മാത്രം കുട്ടിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പോൾ അവർ ഇതെന്ത് ചോദ്യ? നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മാത്രം കുഞ്ഞാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉപ്പ ഉമ്മനെയും ഉമ്മ ഉപ്പയെയും നോക്കും, രണ്ടാളും തമ്മ നോക്കും. ഇതെന്ത് ചോദ്യാന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതേ സമയം തന്നെ ഞാൻ അതിനെ ക്ലിയർ ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങളുടെ കുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ട്, നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച്, അവർ പറയുന്നതും നിങ്ങൾ പറയുന്നതും കൂടി കേട്ട്, നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെട്ട വസ്ത്രം മാത്രം ധരിച്ച് മുടിവെട്ടാൻ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന രീതിയിലൂടെയും എന്നാൽ അവരുടെ ഇഷ്ടവും കൂടി നോക്കിയിട്ടൊക്കെ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മുടിവെട്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ മക്കളായിട്ട് തന്നെയാണോ നിങ്ങളുടെ കുട്ടികൾ വളരുന്നത് എന്നൊന്നുകൂടി ഞാൻ ക്ലിയർ ചെയ്യാൻ പറഞ്ഞാൽ അവരെന്താ പറയാ? എന്തു പറയും? നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മാത്രം കുട്ടികളാണോ എന്നുള്ള ഈ വിശദീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യത്തിന് അവരൊന്ന് ഉത്തരം പറയും. എന്ത് പറയടോ? നിങ്ങൾ നല്ല റെസ്പോൺസ് ഉള്ള പ്ലസന്റ് ആയിട്ടുള്ള കുട്ടികളാണ്, ഇഷ്ടപ്പെട്ടു. നമുക്ക് കൂടുതൽ സംസാരിക്കാൻ എനർജി കിട്ടൽ ഇത്തരത്തിലുള്ള റെസ്പോൺസും ഇങ്ങനെയുള്ള ഫേസൊക്കെ കാണുമ്പോഴാണ്. എന്താ പറയാ? ഒരു ഉറപ്പില്ലല്ലേ ഉമ്മയപ്പി എന്ത് പറയുന്നു? അല്ല, DNA ആവശ്യമില്ല. കാരണം ഇതാണ് DNA ഭാഗം ക്ലിയർ ആണ്. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. എന്ത്? നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം ധരിച്ച്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമ്മയപ്പയും വാങ്ങിത്തരുന്ന വസ്ത്രം ധരിച്ച്, അവർ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെട്ട്, അവർ പറയുന്ന രീതിയിലൊക്കെ, നിങ്ങളൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഡ്രസ്സും സ്റ്റൈലും ഹെയറും പഠനവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന മക്കളാണോ നിങ്ങളുടെ മക്കൾ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേരൻസ് എന്ത് പറയും? അല്ല എന്ന് പറയും. അല്ല എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ആരുടെയും കൂടി മക്കളാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഉമ്മയുടെയും ഉപ്പയുടെയും കുറച്ചുണ്ട്, കുറച്ചൊക്കെ നമ്മൾ പറയുന്ന കേൾക്കും, ബാക്കി അവരാരുടെയും കൂടിയാ? നിങ്ങളുടെ ഇഷ്ടങ്ങൾ ആരുടെയൊക്കെ ഇഷ്ടങ്ങളാടോ? ഉമ്മാന്റെ ഇപ്പന്റെയും നല്ല കുട്ടി, ബാക്കി പിന്നെ ഉമ്മാടെ ഇപ്പയുടെ ഇഷ്ടത്തിനനുസരിച്ച്, പിന്നെ സ്വന്തം ഇഷ്ടം, പിന്നെ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഉമ്മയുടെ ഉപ്പയുടെ ഇഷ്ടം, സ്വന്തം ഇഷ്ടം, പിന്നെ ആരുടെ ഇഷ്ടം? അത് പറഞ്ഞോ, മടിക്കണ്ട.
ആർക്കാ പറയാനുള്ളത്? എൻ്റെ ചില ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചും കൂടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാൻ ആർക്കൊക്കെ ഒരു വെമ്പലുണ്ട്. ആയിക്കോട്ടെ, അത് നിങ്ങൾ തുറന്ന് പറയണ്ട, ഞാൻ പറഞ്ഞു. പിന്നെ ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ സൊസൈറ്റിയുടെ ഇഷ്ടം കൂടി, അല്ലേ? നമ്മൾ പുതിയ സൊസൈറ്റിയുടെയും കൂടി മക്കളല്ലേ? അല്ലേടോ? സൊസൈറ്റിന്റെ അവസ്ഥ എന്താ? സൊസൈറ്റിന്റെ അവസ്ഥ മോശമാണ്, അല്ലേ? ഓക്കെ, നമ്മളിപ്പോ പഞ്ചസാരയൊക്കെ ഒരുവിധം നിങ്ങളൊക്കെ ചിലരൊക്കെ നിർത്തിയിട്ടുണ്ടാകും. ഒരു 14 വയസ്സാകുമ്പോഴേക്കിനൊക്കെ എല്ലാവരും ഒരുവിധം എല്ലാവരും ബോഡി ബിൽഡിംഗ് ഒക്കെ തുടങ്ങിയ ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗമൊക്കെ നിർത്തിയിട്ടുണ്ടാവും. എന്നിരുന്നാലും ഇപ്പോഴത്തെ പഞ്ചസാരയില് പണ്ടുള്ള പോലെയുള്ള പണ്ടത്തെ പഞ്ചസാരക്കുള്ള അത്ര മധുരമുണ്ടോ? അറിയില്ല. പണ്ട് നമ്മുടെയൊക്കെ ഉമ്മമാര് കറിയിൽ ഉപ്പിടുന്ന അത്ര തന്നെ ഉപ്പ് ഇപ്പോഴത്തെ ഉപ്പിനുണ്ടോ? ഉണ്ടോ? അറിയില്ല. ഷോപ്പിൽ നിന്ന് പോയി വാങ്ങുന്ന കോഴിമുട്ട വീട്ടിലെത്തി കൊണ്ടുവച്ച് കോഴിയുടെ നമ്മൾ കോഴിയെ പൊരുത്തിന് വെച്ച് കഴിഞ്ഞാല് കോഴിക്കുഞ്ഞ് വിരിയുന്നുണ്ടോ? ഇല്ല. നമ്മൾ പുറത്തു നിന്ന് ഷോപ്പിൽ നിന്ന് പോയി വാങ്ങുന്ന തേനിൽ യഥാർത്ഥ തേനിന്റെ അംശമുണ്ടോ? ഇല്ല. മനുഷ്യനിൽ മനുഷ്യത്വമുണ്ടോ? ഉണ്ട്, ഇല്ല. അപ്പോൾ ഉപ്പിൽ ഉപ്പില്ലാത്ത, പഞ്ചസാരയിൽ മധുരമില്ലാത്ത, തേനിൽ തേനില്ലാത്ത, മനുഷ്യനിൽ മനുഷ്യത്വമില്ലാത്ത ഒരു സൊസൈറ്റി, ഇല്ലേ? ആ സൊസൈറ്റിയുടെയും കൂടി മക്കളായിക്കൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ശരിയാണ്, എല്ലാവരും ശരിയായ വഴിയിലൂടെ തന്നെയാണ് നടക്കുന്നത്. ഞാൻ ഒരു സോഷ്യൽ വർക്കറും കൂടി ആയതുകൊണ്ട് നിങ്ങളൊക്കെ പ്രായമുള്ള കുട്ടികളുമായിട്ട് കുറേ അടുത്തിടപഴകുന്ന ഒരാളാണ്. കുറച്ച് മുന്നേയുള്ള ജനറേഷനേക്കാളും സൊസൈറ്റിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരാണ് പുതിയ ജനറേഷൻ. ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വെച്ചാൽ സ്മാർട്ടായിട്ട് കഴിയുന്നവരൊക്കെ പോകും, അല്ലേ? ഒരു ആക്സിഡന്റ് റോഡിൽ നിന്ന് കിടക്കുന്നത് കണ്ടാൽ ഉടനെ അതിൽ കയറി ഇടപെട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി ചെയ്യും, ഇല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരാള് പാവം രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നീഡിയായ ഒരാവശ്യമുള്ള ആളെ വേണം, ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങില്ലേ? നമ്മുടെ നാട്ടിലോ മറ്റു അടുത്ത പ്രദേശങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള മാരകമായ രോഗം ബാധിച്ചു കിടക്കുന്ന ഒരുത്തനോ ഒരുത്തിക്കോ ഉമ്മമാർക്കോ പ്രായമായവർക്കോ വേണ്ടി ഒരു ചികിത്സാ സഹായ കമ്മിറ്റി സംഘടിപ്പിച്ചാൽ അതിൻ്റെ പിരിവിന് രാവോളം നമ്മളിരിക്കില്ലേ? അല്ലേ? ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഒക്കെ നമുക്ക് സൊസൈറ്റിയോട് പുതിയ കാലഘട്ടത്തിൽ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങളെല്ലാവരും. പക്ഷെ എവിടെയോ സംതിങ് നമ്മളിൽ നിന്ന് മിസ്സായി പോകുന്നുണ്ട്. ഒരു ഭാഗം നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മറുഭാഗത്ത് ചിലതൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെയായാൽ നമ്മളൊരു പെർഫെക്റ്റ് മനുഷ്യനായി. അപ്പോഴേ നമ്മൾ പെർഫെക്റ്റ് ആവുള്ളൂ. നമ്മളെ ലൈഫ് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ വീക്ഷണങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്.